സ്നേഹമുള്ളവരെ, സമകാലിക കേരളത്തിലെ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിലെ ഏറ്റവും സജീവമായ ഒരു ചിന്താ സാന്നിധ്യം പ്രഭാഷണങ്ങളിലൂടെ, തൻ്റെ ലേഖനങ്ങളിലൂടെ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിൽ ഏറ്റവും സംവാദാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ മാഷാണ് ഈ സെഷനിൽ നമുക്കൊപ്പം വേദിയിലുള്ളത്. ഒരുപക്ഷെ പോയറ്റിക്സും പൊളിറ്റിക്സും അല്ലെങ്കിൽ പൊളിറ്റിക്സും പോയറ്റിക്സും ഒരുപോലെ കലർന്ന തൻ്റെ സൗമ്യഭാഷണ ശൈലിയിൽ വളരെ ആഴത്തിലുള്ള ചിന്താലോകങ്ങളെ മലയാളിക്ക് മുമ്പിൽ തുറന്നു വെക്കാൻ സാധിച്ച ഒന്നാണ് സുനിൽ മാഷിൻ്റെ പ്രഭാഷണ കല എന്ന് നമുക്കറിയാം. നാം ഇന്നിവിടെ ഇരിക്കുന്നത് ഗാന്ധിജി ഒരു പുനർസന്ദർശനം എന്ന ശീർഷകത്തിന് കീഴിലാണ്. 1948 ജനുവരി 30 സന്ധ്യയിൽ ഒരു വെടിയച്ചക്കപ്പുറത്ത് നിന്ന് ഉയർന്ന ഹേ റാം എന്ന ശബ്ദം അതിന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മസങ്കടങ്ങളെയും പ്രതിസന്ധികളെയും അഭിസംബോധന ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് ഓരോ ഇന്ത്യക്കാർക്കും തോന്നുന്ന ഒരു ശബ്ദം തന്നെയാണ്. എന്നാൽ 1992 ഡിസംബർ 6 നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം നിർമ്മിക്കപ്പെട്ട അക്രമോത്സുകമായ വിദ്വേഷത്തിൻ്റെതായ വംശീയ ആധിപത്യത്തിൻ്റെതായ മറ്റൊരു രാമരാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയക്കിടയിലാണ് ഇപ്പോൾ നാം ഈ സംസാരം തുടങ്ങുന്നത്. എന്തുകൊണ്ട് ഗാന്ധിജിയെ പുനർസന്ദർശിക്കേണ്ടതുണ്ട്, വീണ്ടെടുക്കേണ്ടതുണ്ട്, നമ്മുടെ രാഷ്ട്രീയ ആലോചനകൾക്ക് മുഖാമുഖം നിർത്തേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് 15 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന മാഷയുടെ ആമുഖ ഭാഷണത്തിന് ശേഷം നമുക്ക് മാഷോട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷെ സ്നേഹത്തോടെ ആദരവോടെ സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധിയിലേക്കുള്ള തിരിഞ്ഞുനോട്ടം വാസ്തവത്തിലൊരു ഭൂതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം മാത്രമല്ല. ഇപ്പം എല്ലാ ഓർമ്മകൾക്കും ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ചോദിച്ചാലില്ല. ചിലതൊക്കെ വളരെ വ്യക്തിഗതമായ ഓർമ്മകളായിട്ട് ഭൂതകാലത്തിൽ തന്നെ നിൽക്കും. മറ്റ് ചിലത് ഇപ്പോൾ പിയറിനോറ എന്ന് പറയുന്നൊരു ചിന്തകൻ അതേക്കുറിച്ച് എഴുതുമ്പോൾ മെമ്മറി ഓഫ് പ്രാക്സിസ് എന്നൊരു ഗണം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഓർമ്മ തന്നെ ഒരു പ്രവൃത്തിയായിട്ട് തീരുന്നു എന്നർത്ഥത്തിൽ. അത് പേഴ്സണൽ മെമ്മറിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറിയിൽ ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു ജനുസായിട്ട് മെമ്മറി ഓഫ് പ്രാക്സിസ് എന്ന് പറയുന്ന ഒരാശയത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ഓർമ്മ ഭൂതത്തിൽ നിന്ന് ആരംഭിച്ച് വർത്തമാനത്തിലേക്ക് വരികയും ഭാവിയിലേക്ക് തുടരുകയും പ്രവൃത്തിയായി മാറുകയും ചെയ്യുന്ന ഒരു ഓർമ്മ എന്ന നിലയിലുള്ള ഒരു ആശയം. ഇതൊരു പക്ഷേ ഇന്ത്യയിൽ വളരെ കൂടുതൽ സാധ്യതയുള്ള ധാരാളം പേരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഗാന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാതെ 3 കാര്യങ്ങളെ സവിശേഷമായിട്ട് എടുത്തു പറയാം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ കൊണ്ടുവന്ന നിർണായകമായ മാറ്റം അത് ഇന്നത്തെ നിലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ദേശീയത എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പതിറ്റാണ്ടുകളിൽ രൂപപ്പെട്ട ഘട്ടം മുതൽ ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനപരമായ ഒരു ചട്ടക്കൂട് മതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. നവോത്ഥാനത്തിൻ്റെയൊക്കെ പല സമ്മർദ്ദങ്ങളും അവിടെ ഉണ്ടെങ്കിലും ദേശീയതയോടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മുഖത്തോടും നമ്മുടെ നവോത്ഥാന പാരമ്പര്യമോ അതുയർത്തിയ മൂല്യങ്ങളോ കാര്യമായൊന്നും സംവദിക്കുകയുണ്ടായില്ല. തിലകനെ പോലുള്ള ആളുകളാകട്ടെ നവോത്ഥാന ശ്രമങ്ങൾ ദേശീയതയ്ക്കെതിരാണ് എന്ന നിലപാട് തന്നെ എടുത്തു. ഖണ്ഡിതമായി അതേ നിലപാടെടുത്തില്ലെങ്കിലും ഏറിയും കുറഞ്ഞും സാമൂഹ്യ നവീകരണം, സാമൂഹ്യ നീതിയുടെ സംസ്ഥാപനം ഇതൊന്നും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയോ ഭാഗമല്ല എന്ന് കരുതുകയും അതിനെയെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രമേയങ്ങളാക്കി നിർത്തുകയും ചെയ്തുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ വികസിച്ചു വരുന്ന മധ്യവർഗത്തിൻ്റെയും ഉപരിവർഗത്തിൻ്റെയും രാഷ്ട്രീയ അഭിലാഷങ്ങൾ എന്ന നിലയ്ക്കും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഇന്ത്യയിലെ ഹിന്ദുത്വവാദപരമായ ഒരു ദേശീയതാബോധത്തിൻ്റെ ജനകീയ ആവിഷ്കാരം എന്ന നിലയിലുമാണ്
പൊതുവിൽ 1920-കൾ വരെ ദേശീയത നിലനിന്നത്. ഈ ദേശീയതാ സങ്കല്പത്തെ തിരുത്തുന്നതിൻ്റെ നിർണായക കേന്ദ്രമായി തീർന്നു എന്നതാണ് ഗാന്ധിയുടെ വലിയ പ്രാധാന്യമെന്ന് ഞാൻ കരുതുന്നു. ഇതെൻ്റെ സ്വന്തം ഒരാശയം എന്നുള്ള നിലയ്ക്ക് പറയുകയല്ല. ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകളൊക്കെ വളരെ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ട്. വളരെ വാലിഡായ ഒരു പോയിൻ്റായിട്ടാണ് എനിക്കത് തോന്നുന്നത്. കാരണം ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അമൂർത്തമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ മുൻനിർത്തുന്നതിന് പകരം മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന ഒരു തരത്തിലുള്ള ഒരു ഇടതുപക്ഷ സമരതന്ത്രം തന്നെ ഇന്ത്യയിൽ ആദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ ഒരാൾ ഗാന്ധിയാണ്. അദ്ദേഹം ചമ്പാരൻ മുതൽ ആരംഭിച്ച സമരങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഈ മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങളെ സമരത്തിൻ്റെ കേന്ദ്രത്തിൽ എത്തിച്ചതോടെ ഒരുപക്ഷെ മതം കൊണ്ടോ പ്രാദേശികത കൊണ്ടോ ഭാഷ കൊണ്ടോ നിർമ്മിക്കപ്പെടുന്ന ദേശീയതാ യുക്തികൾക്ക് കുറുകെ പോകുന്ന ഒരു ബലം നമ്മുടെ ദേശീയ വ്യവഹാരത്തിനുള്ളിൽ രൂപപ്പെട്ടു വരികയുണ്ടായി. ആ ദേശീയ വ്യവഹാരമാണ് വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് പരിണമിച്ചെത്തുന്നതും ജനത എന്ന സങ്കല്പത്തിൽ നിന്ന് മതത്തിൻ്റെയും ജാതിയുടെയും പ്രാദേശികതയുടെയും ഭാഷയുടെയും ഒക്കെ ഉള്ളടക്കത്തെ വലിയൊരളവിൽ കുറച്ചു കൊണ്ടുവന്ന് ദേശീയത എന്ന് പറയുന്ന ധാരാളം വൈരുദ്ധ്യങ്ങളുള്ളതാണ്, പക്ഷെ അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തത്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയതാ ഭാവനയുടെ മതനിരപേക്ഷവൽക്കരണത്തിൻ്റെ കേന്ദ്രത്തിൽ ഗാന്ധി ഉണ്ടായിരുന്നു. അത് ഗാന്ധി എപ്പോഴും മതനിരപേക്ഷം എന്ന് സെമിനാറിൽ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടല്ല, മറിച്ച് ഉപ്പിനെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ തൊഴിലിനെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ട് കർഷകർക്ക് വിളവിന് വില കിട്ടണമെന്ന ആശയത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഖാദി ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഐത്തത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള മൗലികമായ ഭൗതിക പ്രമേയങ്ങളെ സമരകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും സമരമെന്നത് ഒരു ഉപരിവർഗത്തിൻ്റെയോ മധ്യവർഗത്തിൻ്റെയോ രാഷ്ട്രീയ അഭിലാഷങ്ങളുടെ ആവിഷ്കാരം എന്നതിൽ നിന്ന് മൂർത്തമായ ഒരു ജീവിത പ്രയോഗം എന്ന നിലയിലേക്ക് അതിനെ മാറ്റുകയും അതിനെ ദേശീയതാ യുക്തിയോട് ചേർത്ത് വയ്ക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തിലകനടക്കമുള്ള ആളുകൾ ഉയർത്തിയ അടിസ്ഥാന വീക്ഷണത്തോട് ഗാന്ധി പിന്നീട് വളരെ കൂടുതൽ വിയോജിക്കുന്നുണ്ട്. ഗാന്ധിയുടെ വിമർശനം അതിനോടുണ്ട്. എല്ലാ വിശദാംശങ്ങളും പറയാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതാണ് ഈ ഒരു ദേശീയതാ ഭാവനയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ തിലകനിലോ അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിലോ ഒക്കെ രൂപപ്പെട്ട ദേശീയതാ ഭാവനയുടെ മാരകമായ ഒരു പുനരാഗമനത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ ഗാന്ധി അതിനോട് എങ്ങനെയാണ് ഇടഞ്ഞതെന്നും എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിച്ചത് എന്നുമുള്ള കാര്യം വളരെ കൂടുതൽ പ്രാധാന്യത്തോടെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തൊരു കാര്യം, ആധുനികത എന്ന് നമ്മൾ കരുതുന്ന നാം വിളിച്ചു പോരുന്ന ഒരു സംവിധാനത്തോട് ഗാന്ധി പുലർത്തിയ ചില വിമർശനാത്മക നിലപാടുകളാണ്. ഗാന്ധി 1909 ഹിന്ദു സ്വരാജ് എഴുതുന്നത്. ഹിന്ദു സ്വരാജ് ഇന്ന് വായിച്ചു നോക്കിയാൽ ധാരാളം അബദ്ധങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ അബദ്ധങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ 2-3 കാര്യങ്ങൾ അദ്ദേഹം സവിശേഷമായിട്ട് തൻ്റെ ആധുനികതാ വിമർശനത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അതിലൊന്ന് മനുഷ്യരെക്കുറിച്ചുള്ള മനുഷ്യൻ എന്ന സങ്കല്പത്തെയും ആ സങ്കല്പത്തെ മുൻനിർത്തി പാശ്ചാത്യ നാഗരികതയിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഭരണകൂട സങ്കല്പത്തോടുമുള്ള ഗാന്ധിയുടെ വിമർശനമാണ്. ഗാന്ധി മോഡേൺ സ്റ്റേറ്റിനെതിരായിരുന്നു. മോഡേൺ സ്റ്റേറ്റിനെ ഗാന്ധി എതിർത്തത് വളരെ കാൽപ്പനികമായിട്ടൊന്നുമല്ല. നിർഭാഗ്യവശാൽ ഗാന്ധിയുടെ ചിന്തയുടെ ഒരു ആഴത്തെ പിന്തുടരാനായിട്ട് പൊതുവെ ഗാന്ധി വിമർശകരോ ഗാന്ധി അനുകൂലികളോ ശ്രമിക്കാറില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പലപ്പോഴും വളരെ നെയ്വായിട്ടുള്ള വളരെ ഉപരിപ്ലവമായിട്ടുള്ള മതാത്മക യുക്തികളാണ് എന്ന നിലയിൽ വിലയിരുത്തി പോവാറുണ്ട്. ഈ മോഡേൺ സ്റ്റേറ്റിനോടുള്ള ഗാന്ധിയുടെ വിമർശനത്തിൻ്റെ കാതൽ എന്തായിരുന്നു? അത് അടിസ്ഥാനപരമായി തോമസ് ഹോബ്സ് വഴി 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ വികസിച്ചു വന്ന ആധുനിക രാഷ്ട്രസങ്കല്പത്തിൻ്റെ മനുഷ്യസങ്കല്പത്തോടാണ് ഗാന്ധി അടഞ്ഞത്. തോമസ് ഹോബ്സ് എല്ലാം മുമ്പോട്ട് വെച്ച സങ്കല്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ വ്യക്തികളും അടിസ്ഥാനപരമായി സ്വാർത്ഥരാണ്. ഈ സ്വാർത്ഥരായതുകൊണ്ട് സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവർക്കും എതിരെ പൊരുതുന്ന ഓൾ എഗെയിൻസ്റ്റ് ഓൾ എന്ന് പറയുന്ന ഒരു അരാജക നിലയിലാണ് നിൽക്കുന്നത്. ഈ അരാജകത്വത്തെ പരിഹരിക്കുന്നതിന്
നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരതിർത്തി കൽപ്പിക്കുകയും ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നമുക്ക് മുകളിലുള്ളൊരു പരമാധികാരിയായി സ്റ്റേറ്റിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കാനും ആ അതിർത്തി പരിപാലിക്കാനും എനിക്ക് മുകളിൽ ഒരു സുപ്രീം പവറിനെ ഞാൻ വകവെച്ച് കൊടുത്തിട്ട് ആ സുപ്രീം പവർ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഇതാണ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള മോഡേണിറ്റിയുടെ അടിസ്ഥാന താല്പര്യം. തോമസ് ഹോബ്സ് വഴി വികസിച്ചു വന്ന സമീപനം. അങ്ങനെ സ്റ്റേറ്റ് എന്നെയും നിയന്ത്രിക്കുന്നു, നിങ്ങളെയും നിയന്ത്രിക്കുന്നു, സാമൂഹ്യ ജീവിതം ഭദ്രമായി തീരുന്നു. ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ സ്വാർത്ഥരാണ് എന്നതാണ്. ഗാന്ധി ഉന്നയിച്ച വിമർശനം എന്താണെന്ന് വെച്ചാൽ ഇത് അഖിൽ ബിൽഗ്രാമി അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ വളരെ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിൽഗ്രാമി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഗാന്ധിയുടെ വിമർശനത്തിൻ്റെ കാതൽ എന്തായിരുന്നു? മനുഷ്യർ സ്വാർത്ഥരാണ് എന്നത് മനുഷ്യാവസ്ഥയിലെ ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. പക്ഷേ സ്വാർത്ഥം എന്ന പോലെ മനുഷ്യരിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഘടകമാണ് പരിത്യാഗശേഷി, സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ. മനുഷ്യർ പരിത്യജിക്കാൻ ശേഷിയുള്ളവരാണ്. ഗാന്ധി പറയുന്നത് ഈ പരിത്യാഗശേഷി ക്രിസ്തുവിലോ അല്ലെങ്കിൽ രക്തസാക്ഷികളിലോ മാത്രമൊന്നുമല്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യനിൽ ഈ പരിത്യാഗശേഷിയുണ്ട്. അദ്ദേഹം 2 മൂല്യങ്ങളെ ഈ പരിത്യാഗത്തിൻ്റെ ആവിഷ്കാരങ്ങളായി കാണുന്നു. ഒന്ന് സ്നേഹം, മറ്റൊന്ന് വാത്സല്യം. സ്നേഹത്തിലും വാത്സല്യത്തിലും മനുഷ്യർ തന്നെ ഉപേക്ഷിച്ച് താനല്ലാത്തതിനു വേണ്ടി നിലക്കൊള്ളാൻ സന്നദ്ധരാകുന്നുണ്ട്. അപ്പം മനുഷ്യരിൽ സ്വാർത്ഥത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ബലങ്ങളുണ്ട് എന്നിരിക്കെ ഈ പരിത്യാഗത്തിൻ്റെ വിപുലമായ മൂല്യത്തെ പുറന്തള്ളി സ്വാർത്ഥം എന്ന നിഷേധ മൂല്യത്തെ മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഹോബ്സിയൻ ഭരണകൂട സങ്കല്പം വന്നിട്ടുള്ളത്. അതാണ് ആധുനിക ഭരണകൂടത്തിൻ്റെ ആധാരം. ഗാന്ധി പറഞ്ഞു ഇത് മനുഷ്യവിരുദ്ധമാണ്. മനുഷ്യരിലെ നിഷേധ പ്രവണതയിലല്ല, മനുഷ്യരിലെ സർഗാത്മക ശേഷിയിലാണ് ഇത് നമ്മൾ ഊന്നേണ്ടത്, നിഷേധ ഭാവനയിലല്ല. അത് ആധുനികത നിർമ്മിച്ചെടുത്ത ഏകാത്മക വ്യക്തി സങ്കല്പത്തിലാണ് വാസ്തവത്തിൽ ഹോബ്സിയൻ ഭരണകൂടം. ഞാൻ എന്നിൽ തന്നെ പൂർണ്ണനാണ്, ഞാൻ ആദിമധ്യാന്ത പൊരുത്തമുള്ള അഖണ്ഡമായ ഒരു ഏക വ്യക്തിയാണ് എന്ന ആധുനികതയുടെ വ്യക്തിത്വ സങ്കല്പത്തിലാണ് ഹോബ്സിയൻ ഭരണകൂടത്തിൻ്റെ കാതൽ. അതിനോട് ഗാന്ധി ഇടയുന്നുണ്ട്. ഈ ഇടയിൽ മറ്റു പല നിലകളിൽ ചരിത്രത്തിൽ കാണാം. ഇപ്പോൾ നാരായണ ഗുരുവിനെ പോലെ ഒരാളി കാണാം, മാർസിനെ പോലെ ഒരാളി കാണാം. ഇവരൊക്കെ ഈ ആധുനിക വ്യക്തി സങ്കല്പത്തോട് ആഴത്തിൽ ഇടയുന്നുണ്ട്. ഗാന്ധി അതിനോട് ഇടയുന്നത് ഒരു നിലയ്ക്ക് അതിൻ്റെ പരിത്യാഗശേഷി എന്ന നിലയിലാണ്. ഇങ്ങനെ ആധുനികതയുടെ വളരെ അടിസ്ഥാനപരമായ ചില സങ്കല്പങ്ങളോട്, അതിൻ്റെ വ്യക്തി സങ്കല്പത്തോട്, അതിൻ്റെ വികസന യുക്തിയോട്, അതൊക്കെ താരതമ്യേന കുറേ കൂടി അറിവുള്ളതാണ്. അതിൻ്റെ വികസന യുക്തിയോട്, അതിൻ്റെ ഇപ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നതിനെ സ്വാതന്ത്ര്യമായിട്ട് ഗാന്ധി കാണുന്നുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം അവസാനത്തെ മനുഷ്യനും സ്വാധികാരം കൈവരുന്നൊരു സംവിധാനമായിട്ടാണ് സ്വരാജ് എന്ന ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അല്ലാതെ സ്വാതന്ത്ര്യം എന്നത് ഒരു ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് പോലെ, പിന്നീട് സബാൾട്ടൻ ഹിസ്റ്റോറിയൻസിലൊക്കെ പറഞ്ഞതുപോലെ യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു ദേശരാഷ്ട്രത്തെ ഇന്ത്യൻ അധികാര ഘടനയ്ക്കകത്ത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ഉൽപ്പന്ന വ്യവഹാരമായിട്ട് ദേശീയതയെ കാണുന്നതിനെ ഗാന്ധി പൂർണ്ണമായിട്ടും എതിർക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആധുനികതയ്ക്കകത്തുള്ള അടിസ്ഥാനപരമായ ഹിംസാത്മകതയോട് ഗാന്ധി പല നിലയിൽ ഇടയുന്നുണ്ട്. ഇപ്പം ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ വലിയ പോരായ്മയായിട്ട് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും യൂറോപ്യന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത് ചരിത്രമില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഗുണമാണ് എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഗംഭീരമായ ഒരു വാക്യമുണ്ട്, സാധാരണ ശ്രദ്ധിക്കാത്തൊരു വാക്യമാണ്. ഗാന്ധി പറയുന്നുണ്ട്, ചരിത്രം എന്ന് പറയുന്നത് ആണുങ്ങളുടെയും അധികാരത്തിൻ്റെയും ലോകം മാത്രമാണ്, അതില്ല എന്നുള്ളതൊരു ഗുണമാണ്. നോക്കൂ, പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്റോറിയന്മാർ ഇത് പറയുന്നത് 1980 ഗാന്ധി ഇത് എഴുതുന്നത് 1920. ഗാന്ധി അത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ ഫണ്ടമെൻ്റലായ ഒരു വിമർശനം ആധുനികതയോട് പുലർത്തി. ഞാൻ ഈ ആധുനികത എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ കേട്ടോ, ആധുനികത ഫങ്ഷണലി മുതലാളിത്ത ആധുനികതയാണ്. അല്ലാതെ ആധുനികത എന്തോ അമൂർത്തമായ ഒരു കാര്യമാണെന്നൊന്നും കരുതരുത്. ആധുനികത, സമീർ അമീൻ പറയുന്നുണ്ട്, അതിൻ്റെ ഉത്ഭവത്തിലും വളർച്ചയിലും പ്രയോഗത്തിലും ആധുനികത മുതലാളിത്തമായിരുന്നു. ആ മുതലാളിത്തത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് കേവല യുക്തിബോധം എന്നോ മതനിരപേക്ഷത എന്നോ സാർവദേശീയത എന്നൊക്കെ നമുക്ക് പറയാന്നേ ഉള്ളൂ. സാർവദേശീയത എന്ന് ആധുനികത പറഞ്ഞു, നടപ്പിലായത് കൊളോണിയലിസമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു, യൂറോപ്യന്മാരുടെ മനുഷ്യഭാവനയാണ് ഉറച്ചത്. ഇങ്ങനെ
ഗാന്ധിയുടെ ആധുനികതാ വിമർശനത്തിന് ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട്. മൂന്നാം ലോകത്തെ ഒരു ബദൽ ഭാവനയെ രൂപപ്പെടുത്തുന്നതിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ഗാന്ധി പ്രധാനമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പിന്നീട് മാർട്ടിൻ ലൂതറെ പോലെയോ അല്ലെങ്കിൽ നെൽസൺ മണ്ടേലെ പോലെയോ ഒക്കെയുള്ള ആളുകളുടെ വലിയൊരു പ്രചോദനമായിട്ട് ഗാന്ധി മാറുന്നത്. ഈ യൂറോ കേന്ദ്രിതമായ ഒരു നാഗരികതാ സങ്കല്പത്തോടും ഭരണകൂട സങ്കല്പത്തോടും മനുഷ്യാവസ്ഥയോടുമൊക്കെ ഗാന്ധി പുലർത്തിയ വിയോജിപ്പുകൾ നിന്നാണ് എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമത്തതും ഒരുപക്ഷെ ഇന്നത്തെ നിലയ്ക്ക് പരമപ്രധാനവുമായ കാര്യം ഗാന്ധി വർഗീയതയോട് നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത ചെറുത്തുനിൽപ്പാണ്. ഒരുപക്ഷെ അതിന് സമാനമായ ഒരു ചെറുത്തുനിൽപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഗാന്ധിയുടെ ജീവിതത്തിൽ അവസാനത്തെ ഒരു 3 വർഷത്തെ ശ്രദ്ധിച്ചാൽ ആ 3 വർഷത്തെ ഗാന്ധി വേറൊരു ഗാന്ധിയാണ്. നമ്മുടെ അശീഷ് നന്ദി 4 തരം ഗാന്ധിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കിയ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗാന്ധിയന്മാർ കൊണ്ട് നടക്കുന്ന ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകനായി പ്രവർത്തിച്ച ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് മൂന്നുമല്ലാത്തൊരു റാഡിക്കൽ ഗാന്ധിയെക്കുറിച്ചും പറയുന്നുണ്ട്. 5ാമതൊരു ഗാന്ധിയെക്കുറിച്ച് കൂടി പറയാം എന്ന് ഗോപികൃഷ്ണൻ എപ്പോഴും പറയും. 5ാമത്തെ ഗാന്ധി അവസാനത്തെ 3 വർഷത്തെ ഗാന്ധിയാണ്. ആ 3 വർഷങ്ങളിലെ ഗാന്ധി എന്ന് പറയുന്നത് വാസ്തവത്തിൽ എനിക്ക് 100% ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, അവസാനത്തെ 144 ദിവസങ്ങളിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഗാന്ധി നടത്തിയ ചെറുത്തുനിൽപ്പും അദ്ദേഹത്തിൻ്റെ അന്തിമ രക്തസാക്ഷിത്വവും ഇല്ലായിരുന്നുവെങ്കിൽ 1950 പോലും ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രം അതിജീവിക്കുമായിരുന്നില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവും വാസ്തവത്തിൽ നിങ്ങൾ ആ ദിവസങ്ങളെ സൂക്ഷ്മമായിട്ട് പിന്തുടർന്നാൽ മനസ്സിലാവും. കാരണം അത്രമേൽ ലക്ഷോപലക്ഷം മനുഷ്യർ വർഗീയതയുടെ ഭ്രാന്തിൽ പെട്ടുകിടക്കുന്ന സമയത്ത് ഗാന്ധി അതിനെ ഏതാണ്ട് ഒറ്റയ്ക്കൊരാളായിട്ട് നിന്ന് ചെറുത്തു എന്നത്. ഇർഫാൻ അതേക്കുറിച്ച് എഴുതുമ്പോൾ ഗംഭീരമായൊരു വാക്യം പറയുന്നുണ്ട്. എന്താണ് ഗാന്ധി തരുന്ന സന്ദേശം? ഇർഫാൻ പറയുന്നുണ്ട്, നിർണായകമായ പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നതാണ്. വലിയ പ്രയാസമുള്ള കാര്യമാണത്. പക്ഷേ അങ്ങനെ ചെയ്ത ഒരാളാണ് ഗാന്ധി. 1947 സെപ്റ്റംബർ 9 ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് ഇവിടെ എത്തുന്നത്, നമ്മുടെ ഡൽഹിയിലേക്ക് എത്തുന്നത്. പഞ്ചാബിൽ പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പഞ്ചാബിലെ കലാപം അവസാനിപ്പിക്കാൻ പഞ്ചാബിലേക്ക് പോകണമെന്ന് നെഹ്റുവും മൗണ്ട്ബാറ്റനും ഒക്കെ പറഞ്ഞതനുസരിച്ചാണ് കൽക്കട്ടയിൽ നിന്ന് സെപ്റ്റംബർ 7 വണ്ടി കയറി 9 അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. പിന്നെ 144 ദിവസം ഗാന്ധി ഡൽഹിയിലുണ്ട്. ഈ 144 ദിവസം കൊണ്ട് ഗാന്ധി ഏതാണ്ട് വെട്ടിപ്പിളർക്കപ്പെട്ട ഡൽഹിയെ തിരിച്ചു പിടിക്കുകയും ഈ ഡൽഹി ഏതാണ്ട് കലാപത്തിൻ്റെ സമ്പൂർണമായ പിടിയിലായി പോയ ഡൽഹിയെയും ഇന്ത്യയെയും അദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു 3-4 പതിറ്റാണ്ടുകൾ തുടർന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആ ഘട്ടത്തിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ധീരമായ നിലപാട് ഗാന്ധി എടുത്തു. ഇപ്പോൾ ഡൽഹിയിലെ മുസ്ലിം പള്ളികളും മുസ്ലിങ്ങളുടെ വീടുകളുമൊക്കെ ലാഹോറിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ കയ്യേറിയിരുന്നു. അവരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അവർ പാകിസ്ഥാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. പക്ഷേ ഗാന്ധി അതിനെ സമ്മതിച്ചില്ല. ഗാന്ധി പറഞ്ഞു, അവിടുത്തെ തിന്മയ്ക്കുള്ള പരിഹാരം ഇവിടുത്തെ തിന്മയല്ല എന്ന് പറഞ്ഞു. ഇന്നാരും ഓർക്കില്ല കേട്ടോ, ഗാന്ധിയുടെ അവസാന ദിവസങ്ങളിൽ ഗാന്ധിക്കെതിരെ എല്ലാ ദിവസവും പ്രകടനം നടക്കുന്നുണ്ട്. ഗാന്ധിക്കോ മർനാദോ എന്ന മുദ്രാവാക്യവുമായിട്ട് ആളുകൾ ബിർളാ മന്ദിരത്തിന് മുന്നിലൂടെ നിരന്തരം പ്രകടനം നടത്തുന്നുണ്ട്. ആ പ്രകടനങ്ങളുടെയൊക്കെ മുമ്പിൽ ഗാന്ധി ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ 40-50 പേരേ ഉള്ളൂ എന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അന്ന് പറയുന്നുണ്ട്. അത്രയും ജനപ്രിയത നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അവസാന ദിവസങ്ങളിൽ ഗാന്ധി. പക്ഷെ അപ്പോഴൊന്നും തന്നെ അദ്ദേഹം ഈ അടിസ്ഥാന നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി കൂടാ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി നിലയുറപ്പിക്കാനുള്ള സന്നദ്ധതയിൽ ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം എത്താൻ ഒരാളും ഉണ്ടായിരുന്നില്ല. ഗാന്ധി അവസാനം വെച്ച സൊല്യൂഷൻ നിങ്ങൾ ഓർക്കണ്ടോന്നറിയില്ല. വിഭജനം അവസാനിപ്പിക്കാൻ ഗാന്ധി പറഞ്ഞത് ജിന്നയെ പ്രധാനമന്ത്രിയാക്കുക, ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും അദ്ദേഹം തീരുമാനിക്കട്ടെ, മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം അതോടെ അവസാനിക്കും. ഇവിടം വരെ ഗാന്ധി എത്തുന്നുണ്ട്. ഖിലാഫത്തിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കുന്നത് മുതൽ, ഹിന്ദുസ്ഥാനിയെ ദേശീയ ഭാഷയാക്കണം എന്നത് മുതൽ, ഈ അവസാനത്തെ ഈ ജിന്നയെ പ്രധാനമന്ത്രിയാക്കണമെന്ന നിർദ്ദേശം വരെയുള്ളതിൽ ഗാന്ധിയുടെ അടിസ്ഥാന താല്പര്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കിക്കൂടാ. ഗാന്ധി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മതം ഒന്ന് തന്നെയാണെങ്കിലും ആ രാജ്യത്തിനൊരു മതം ഉണ്ടാകാൻ പാടില്ല.
രാജ്യത്തിന് മതം ഉണ്ടാകാൻ പാടില്ല. പലസ്തീൻ ഉണ്ടായ സമയത്ത് ആദ്യം എതിർത്തത് ഗാന്ധിയാണ്. ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എങ്ങനെയാണോ ഒരുമിച്ച് കഴിയുന്നത്, അതുപോലെ അറബികളും പലസ്തീനികളും യഹൂദരും പലസ്തീനിൽ ഒരുമിച്ച് കഴിയുകയാണ് വേണ്ടത്, അല്ലാതെ മതരാഷ്ട്രം ഉണ്ടായിക്കൂടാ എന്ന് അദ്ദേഹം ഖണ്ഡിതമായ നിലപാടെടുക്കുന്നു. ഈ നിലപാട് ഏതാണ്ട് ഒരു 40 വർഷക്കാലം ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായി. 90കൾ മുതൽ നമ്മൾ വിദേശ നയം മാറ്റി നിഷ്പക്ഷ നിലപാടായി. ഇപ്പോൾ നമ്മൾ യഹൂദ ഫാഷിസത്തിൻ്റെ സയണിസത്തിൻ്റെ ഒന്നാം നിരയിലുള്ള പിന്തുണക്കാരായി തീരുകയും അതിനെ വാഴ്ത്തുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആയുധ കച്ചവട പങ്കാളിയായിട്ട് ഇന്ത്യ മാറിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നിലയ്ക്ക് ഇന്ന് ഗാന്ധി നമ്മോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സംശയരഹിതമായിട്ടും ഈ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാടാണ്. ഒരു രാഷ്ട്രത്തെ മതം കൊണ്ട് നിർവചിക്കാനുള്ള ശ്രമങ്ങളോട് ഗാന്ധി നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ ആ ഒരു പാരമ്പര്യം അതൊരു പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനമായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് ഗാന്ധി കൊല്ലപ്പെട്ടതും. ഗാന്ധിയേക്കാൾ ഇന്ത്യയിലെ മതപാരമ്പര്യത്തെ എതിർത്ത ധാരാളം പേരുണ്ട്. യുക്തിവാദികളുണ്ട്, നെഹ്റുവിനെ പോലുള്ള ആളുകളുണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. പക്ഷേ ഗാന്ധി എതിർക്കപ്പെട്ടതിന് കാരണം ഈ മതത്തെ മുൻനിർത്തുന്ന ഒരു രാഷ്ട്രഭാവനയോട് അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രതിരോധമാണ്. ഈ 3 തലങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷമായ ഒരു പുനഃസംഘാടനം, ആധുനികതയുടെ അധിനിവേശാത്മകമായ മൂല്യങ്ങളോട് നടത്തിയ ചെറുത്തുനിൽപ്പ്, മതപരമായൊരു രാഷ്ട്രഭാവനയ്ക്കെതിരെ തൻ്റെ ജീവൻ വരെ നൽകിക്കൊണ്ട്, ബോധപൂർവം തന്നെ നൽകിക്കൊണ്ട്, അത് ബോധപൂർവം തന്നെയാണെന്ന് കൂടി പറയണം. അദ്ദേഹത്തിന് അറിയുമായിരുന്നു ഇങ്ങനെ ഒരു വലിയ മാരകമായ ആക്രമണം വരാനിരിക്കുന്നു. 1948 ജനുവരി 20 ഗാന്ധിയുടെ പ്രാർത്ഥനായോഗത്തിൽ മദൻലാൽ പഹ്വ ബോംബെറിയുന്നുണ്ട്. അദ്ദേഹത്തെ കൊല്ലാനായിട്ട് വെടിവെക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് ദിഗംബർ ബഡ്ഗെ എന്ന് പറയുന്ന ആളെയാണ്. അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. ആ ഘട്ടത്തിൽ അത് അലസിപ്പോവാണ് ചെയ്തത്. പിന്നീട് ഒരു ദിവസം 24 മറ്റോ ഗാന്ധിയുടെ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അത് ഏതോ ഒരു മതഭ്രാന്തൻ ചെറുക്കൻ്റെ ഒരു പരാക്രമമായിരുന്നു, അതിനപ്പുറം അതിൽ കാര്യമൊന്നുമില്ല എന്ന് ആരോ പറഞ്ഞപ്പോൾ ഗാന്ധി പറയുന്ന ഒരു വാക്യം, കാൺ യു സീ ദർ ഈസ് എ ലാർജർ കോൺസ്പിരസി ബിഹൈൻഡ് ദാറ്റ്. അതിന് പിന്നിൽ അതിഭീമമായൊരു ഗൂഢാലോചനയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ഗാന്ധി ആ നിമിഷം ചോദിക്കുന്നുണ്ട്. ഗാന്ധിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, ഇത് തന്നെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടക്കുന്ന ഒരു ശ്രമമാണെന്നും ഒരുപക്ഷെ തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാനാവൂ എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ തന്നെയാണ് ഗാന്ധി നിലനിന്നത്. ഈ 3 തലങ്ങളും ഇന്ന് ഗാന്ധിയെ പുനഃസന്ദർശിക്കുന്നതിൻ്റെ അടിസ്ഥാനങ്ങളാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ നമ്മൾ പുനഃസന്ദർശിക്കുമ്പോൾ ഗാന്ധിയോട് വിയോജിക്കേണ്ടുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവസാനത്തെ ശരി പറഞ്ഞ ഒരാളല്ല, അങ്ങനെ അവസാനത്തെ ശരി ചരിത്രത്തിൽ ആരും പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിയോട് നിശ്ചയമായിട്ടും വിയോജിക്കാം. പക്ഷേ വിയോജികൾക്കെല്ലാം അപ്പുറം ഈ 3 അടിസ്ഥാന ഘടകങ്ങൾ അതിപ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. അത് ഒരു ഭൂതകാല സ്മൃതിയല്ല, നമ്മുടെ വർത്തമാനകാലത്തിൽ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഓർമ്മയാണ്, മെമ്മറി ഓഫ് പ്രാക്സിസ് എന്ന് പിയറി നോറയൊക്കെ പറയുന്ന ആശയം കൂടിയാണ് ഗാന്ധി എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ സമഗ്രവും എന്നാൽ സംക്ഷിപ്തവുമായി 3 ഘടകങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഗാന്ധിയെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ചാണ് മാഷ് പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രഖ്യാപിതമായൊരു ഇടതുപക്ഷ സാംസ്കാരിക നിലപാടുള്ള ഒരാളാണ് സുനിൽ മാഷ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന് അതിൻ്റെ ആരംഭത്തിൽ തന്നെ വിമർശനാത്മകമായി മറികടക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തയുടേതായാലും പ്രയോഗത്തിൻ്റെതായാലും പ്രഭവസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധി എന്ന് നമുക്കറിയാം. EMSൻ്റെ ഗാന്ധിയും ഗാന്ധിസവും പോലെയുള്ള പുസ്തകങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. വളരെ സുദീർഘമായ ഒരു ഗാന്ധി വിമർശനത്തിൻ്റെ ഒരു ചരിത്രം കൂടി രാഷ്ട്രീയ സാംസ്കാരിക ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഉണ്ട്. ആ ഒരു ചരിത്രത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് കൂടി മാഷൊന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും വിചാരിക്കുന്നു. ഗാന്ധി ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധം വളരെ സംവാദാത്മകമാണ്, ചിലപ്പോഴൊക്കെ സംഘർഷാത്മകവുമാണ്. ഗാന്ധിയുടെ നിലപാടുകളെ ഒരു ഇടതുപക്ഷ നിലപാടിന് 100% പിൻപറ്റാനോ പിന്തുണയ്ക്കാനോ ഒന്നും കഴിയില്ല. ഇപ്പോൾ ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗാന്ധിയെ ബൂർഷ്വ എന്ന് വിളിക്കണമോ? അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ വിളിക്കാം. കാരണം സ്വകാര്യ സ്വത്ത് നിർമ്മാർജ്ജനം ചെയ്യണം, സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക എന്നൊരടിസ്ഥാന ലക്ഷ്യം ഗാന്ധി ഒരിക്കലും മുമ്പോട്ട് വച്ചിട്ടില്ല.
അങ്ങനെ മുമ്പോട്ട് വയ്ക്കാത്ത അർത്ഥത്തിൽ ക്ലാസിക്കലായ ഒരു പദാവലി എന്ന നിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാന്ധിയെ ബൂർഷ്വ എന്ന് വിളിക്കാം, ഒരു ടെർമിനോളജി എന്ന നിലയ്ക്ക്. പക്ഷെ അപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ മാർസ് എക്കണോമിസ്റ്റുകളെ, സാമ്പത്തിക ചിന്തകരെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് മതിപ്പുള്ള ആദം സ്മിത്തിനെയും റിക്കാർഡയെയും പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ച് പറയുമ്പോൾ ബൂർഷ്വ എക്കണോമിസ്റ്റുകൾ എന്നല്ല, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എന്നാണ് പറയുക. മറിച്ച് ദേഷ്യമുള്ളവരെ കുറിച്ച് പറയുമ്പോൾ ബൂർഷ്വ എക്കണോമിസ്റ്റുകൾ എന്ന് തന്നെ പറയും. അങ്ങനെ ഒരു ഡെറവേറ്ററി മൂല്യം കൂടി ഈ വാക്കിൽ മാർസ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗാന്ധിയിൽ അങ്ങനെയാണോ നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ഗാന്ധി അവസാനത്തെ ഉത്തരവൊന്നും പറഞ്ഞ ആളല്ല. നിശ്ചയമായിട്ടും അദ്ദേഹം ഇപ്പോൾ ബീഹാറിലെ ഭൂകമ്പത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടുകളോ ഒക്കെ വളരെ അല്ലെങ്കിൽ റെയിൽവേക്കെതിരായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോ ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും വിമർശിക്കാവുന്നതാണ്. ആ വിമർശനങ്ങളിലൊക്കെ ചില സാധുതയും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പങ്കജ് മിശ്ര ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ രസമുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഗാന്ധി കത്തെഴുതുന്നതിനെതിരായിരുന്നു അത്രേ. കാരണം മനുഷ്യർ തമ്മിൽ കത്തെഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളെ അത് ദുർബലപ്പെടുത്തും. സഹജ ബന്ധങ്ങൾ വേണമെന്നാണ്. എന്നിട്ട് പങ്കജ് മിശ്ര പറയുന്നത് 1,80,000 കത്തെഴുതിയ ആളാണ് ഗാന്ധി എന്നാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കത്ത് ഗാന്ധിയായിരിക്കും എഴുതിയേക്കുന്നത്. പക്ഷേ ഗാന്ധി കത്തിനെതിരായിരുന്നു, റെയിൽവേക്കെതിരായിരുന്നു. പക്ഷേ റെയിൽവേ ഇതുപോലെ സ്ട്രാറ്റജിക്കായിട്ട് ഉപയോഗിച്ച ഒരാളുമില്ല. മൂപ്പരിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എന്താ പറയുക, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ജാഥയാണല്ലോ സഞ്ചരിക്കുന്നത്, അല്ലാതെ ഒരാളല്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഗാന്ധിയിൽ വൈരുദ്ധ്യങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഗ്രാംഷി ഗാന്ധിയെക്കുറിച്ചൊരു മനോഹരമായ നിരീക്ഷണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിസൺ നോട്ട് ബുക്സിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്വ് തിയറൈസേഷൻ ഓഫ് പാസീവ് റെവല്യൂഷൻ വിത്ത് റിലീജിയസ് ഓവർടോൺസ് എന്നാണ്. നെയ്വ് തിയറൈസേഷൻ ഓഫ് പാസീവ് റെവല്യൂഷൻ, നിസ്സംഗ വിപ്ലവത്തിൻ്റെ സരളമായ സിദ്ധാന്തീകരണമാണ് ഗാന്ധി നടത്തുന്നത്. വിത്ത് റിലീജിയസ് ഓവർടോൺസ്, മതാത്മകമായ ധ്വനികളുള്ളത്. ഇതിൽ ഈ മതാത്മകമായ ധ്വനിയെയാണോ, റിലീജിയസ് ഓവർടോൺസ് എന്നതിനെയാണോ, നിസ്സംഗ വിപ്ലവം എന്നതിനെയാണോ നിങ്ങൾ പ്രധാനമായി കാണേണ്ടത്? ഇത് രണ്ട് ഭാഗങ്ങളാണ്. നെയ്വ് തിയറൈസേഷൻ ഓഫ് പാസീവ് റെവല്യൂഷൻ. പാസീവ് റെവല്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഗ്രാംഷി ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുകയും എന്നാൽ വിപ്ലവാത്മകമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരു പുനഃസംഘാടനത്തെയാണ് പാസീവ് റെവല്യൂഷൻ എന്ന് അദ്ദേഹം പറയുന്നത്. ഈ പാസീവ് റെവല്യൂഷൻ ഗാന്ധിയിൽ കാണാം. ഇർഫാൻ അത് പറയുന്നുണ്ട്. 2000 കൊല്ലമെങ്കിലുമായിട്ട് ഇന്ത്യയിൽ പ്രബലമായിരുന്ന അയിത്തം എന്നൊരാചാരത്തെ 30 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ കളങ്കമാണെന്ന് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താനായിട്ട് ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട്. ഈ മട്ടിലുള്ള തിരിച്ചിടലുകൾ ഗാന്ധിയിലുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വകാര്യ സ്വത്തുടമസ്ഥതയെ സംബന്ധിക്കുന്നതോ രാഷ്ട്രീയവും മതവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്നതോ, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വീക്ഷണത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം ഗാന്ധിയുടെ വീക്ഷണത്തിൽ വ്യത്യാസം വന്നു. ഗാന്ധി മാറിയിട്ടുണ്ട്, അല്ലാതെ മാറാതെ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. 1920 ഗാന്ധി എന്താണ് പറയുന്നത്? ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു ദ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ. ഇത് ഗാന്ധിയുടെ വാക്യാണ്. മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ്. സംഘപരിവാരർക്ക് അറിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉദ്ധരിച്ച് കളയും. അതുകൊണ്ട് ഞാനിതൊന്നും അങ്ങനെ പറയാറില്ല. കാരണം ഇത് ഏത് നിലക്കാ തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പക്ഷേ ഈ ഗാന്ധി 1946 പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയാൽ മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണ്ണമായി ഞാൻ വേർപെടുത്തും. ഇത് 46 അപ്പോൾ 20 നിന്ന് 46 എത്തുമ്പോഴേക്കും ഈ മാറ്റം ഗാന്ധിയിലുണ്ട്. ഈ മാറ്റത്തോടെ എൻഗേജ് ചെയ്യുന്നവരിലും മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഗാന്ധി വിമർശനരഹിതമായ ഒരു കേവല സ്ഥാനമല്ല. ഗാന്ധിയെ മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നത് ഗാന്ധിയെ ഒരു പ്രോസസ്സായിട്ട് കാണുന്നതായിരിക്കും. ഗാന്ധി ഒരു പ്രക്രിയയാണ്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും പരിവർത്തന വിധേയമാകുന്നുണ്ട്. ആ പരിവർത്തിത സ്ഥാനങ്ങളിൽ ചിലതിനോട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും പോസിറ്റീവായി, ചിലതിനോട് വിമർശനാത്മകമായ നിലപാടെടുക്കേണ്ടി വരും. ഇപ്പം ജാതിയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വീക്ഷണം പ്രശ്നനിഷ്ഠമാണ്. മതത്തെക്കുറിച്ചുള്ള ഗാന്ധിയുടെ വീക്ഷണത്തിലും ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വികസിത നാഗരികതയോട് അദ്ദേഹത്തിന് ആകമാനം ഉണ്ടായിരുന്ന വിയോജിപ്പുകളെയും നമുക്ക് പ്രശ്നമായിട്ട് കാണാൻ പറ്റും. ആ വിയോജിപ്പ്
ഗ്രൂപ്പുകളാണോ ഗാന്ധിയോടുള്ള വിലയിരുത്തലിൽ പ്രധാനമാകേണ്ടത്, അതോ ഗാന്ധി മുമ്പോട്ട് വച്ച ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളാണോ എന്നത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളായിട്ട് കാണണം. കൗതുകമുള്ളൊരു കാര്യം കൂടി പറയാട്ടോ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. കെ ദാമോദരൻ ഹോച്ചിമിനെ കാണാൻ ചെന്നിട്ട് ഹോച്ചിമിനോട് ചോദിച്ചു, ഞങ്ങളുടെ രാജ്യത്തും നിങ്ങളുടെ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഒരേ കാലത്താണ് ഉണ്ടായത്, നിങ്ങൾ അധികാരത്തിലെത്തി, ഞങ്ങൾ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ ഹോച്ചിമിൻ ഒറ്റ വാക്കിൽ പറഞ്ഞത് അവിടെ ഒരു ഗാന്ധി ഉണ്ടായിരുന്നു, ഇവിടെ ഞാനാണ് ഗാന്ധി എന്നാണ്. അതൊരു വലിയ മാനങ്ങളുണ്ട് കേട്ടോ. നാഷണലിസത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഹോച്ചിമിന് കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞില്ല, തുടങ്ങിയ തലങ്ങളിലേക്ക് വരെ അതിനെ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഗാന്ധി ഒരു സിമ്പിൾ ഇഷ്യൂ അല്ല. ഗാന്ധിയോടുള്ള വിമർശനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഗാന്ധിയെ സംവാദാത്മകമായിട്ട് എൻഗേജ് ചെയ്യാൻ ഇപ്പം കഴിയും. ഒരുപക്ഷെ 1930 മുതൽ 50 വരെയുള്ള കാലത്ത് അതിനുള്ള സൈദ്ധാന്തിക വീക്ഷണങ്ങളോ സാമൂഹ്യ സന്ദർഭമോ ഇല്ലായിരുന്നു എന്നും കാണാവുന്നതാണ്. അതിൽ ഈ ദേശീയതയെ സംബന്ധിച്ചും ആധുനികതയെ സംബന്ധിച്ചൊക്കെ അക്കാലത്ത് ഇന്ത്യൻ ഇടതുപക്ഷം കൺസീവ് ചെയ്ത ആശയങ്ങൾക്കും ചില പരിമിതികളുണ്ടെന്ന് തോന്നുന്നല്ലേ പക്ഷേ? ഉണ്ട് നിശ്ചയമായിട്ടും. കാരണം ദേശീയതയെക്കുറിച്ചോ ആധുനികതയെ പൊതുവിൽ വളരെ വളരെ പുരോഗാമിയായ വിമോചകമായ ഒന്നായിട്ടാണല്ലോ ആ ഘട്ടത്തിലൊക്കെ കാണുന്നത്. അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ബോധ്യങ്ങൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് തെളിഞ്ഞു വരുന്നത്. ഇപ്പം ദേശീയത എന്ന് പറയുന്നത് ഒരു ജനതയെ കൂട്ടിയിണക്കുന്ന ശക്തിയാണ് എന്ന് മാത്രം കരുതിയിരുന്ന സമയത്തിൽ നിന്ന് ദേശീയത എന്നൊരു വിഭജന ശക്തിയാണ് എന്ന ആശയത്തിലേക്ക് നമ്മൾ പലയിടത്തും എത്തുന്നു. അന്നത് ടാഗോർ പറയുന്നുണ്ട്, ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ദേശീയതയ്ക്കകത്തുള്ള ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് അന്ന് ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ട് പൊതുവെ മൂടി വയ്ക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ആ വൈരുദ്ധ്യങ്ങൾ പ്രബലമായി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഈ ഘടകങ്ങളെ കാണുന്നതിനുള്ള ചരിത്രപരമായ പരിമിതി നിശ്ചയമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ബോധ്യങ്ങളിലും ഉണ്ട് എന്ന് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഈ മാഷ് അവസാനം നിർത്തിയെടുത്തുനിന്നാണ് അടുത്ത ചോദ്യം തുടങ്ങാൻ വിചാരിക്കുന്നത്. നാഷണൽ ഒരു ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കൊളോണിയലിസത്തോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി ഒരുപക്ഷെ സമഗ്രമാം വിധം ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞ ഒരു ദേശീയതയെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് അംബേദ്കർ ഗാന്ധിയിൽ ഇടപെടുന്നത്. ആരുടെ മാതൃരാജ്യത്തെക്കുറിച്ചാണ് അങ്ങ് ചോദിക്കുന്നത്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അയിത്തോച്ചാടനം. ഈ ഹരിജൻ എന്ന് പറയുന്നൊരു സങ്കല്പത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ഗാന്ധി പറയുന്ന ഒരു കാര്യം, ഇനിയൊരു നരജന്മം ഉണ്ടെങ്കിൽ, മനുഷ്യജന്മം ഉണ്ടെങ്കിൽ അതൊരു സ്കാവഞ്ചറായി, ഒരു തോട്ടിയായി ജനിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. അംബേദ്കർ അതിനെ എൻഗേജ് ചെയ്യുന്നത് ഈ മനുഷ്യജന്മം കൊണ്ട് തന്നെ തൊട്ടിപ്പണി ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിനാണ് ഞാൻ പരിശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വിമർശനത്തിൻ്റെ ധാര ഇപ്പോഴും അംബേദ്കറേറ്റുകൾ അല്ലെങ്കിൽ ദളിത് മേഖലയിൽ ഇടപെടുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു ഭരണകൂടമൊക്കെ ആയിത്തീരുന്ന ഒരു വളരെ അടിയന്തരമായ ഒരു സാഹചര്യം കൂടി മുൻനിർത്തി നമുക്ക് എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആശയത്തിൻ്റെ തുടർച്ചയിൽ ഇത് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതുപോലെ തന്നെ അംബേദ്കറെക്കുറിച്ചും പറയാവുന്ന ഒരു കാര്യം, അവരൊന്നും ചരിത്രത്തിൽ സ്തംഭിച്ച് നിന്ന ആളുകളല്ല. അവരെല്ലാം ചരിത്രത്തിലെ വലിയ പ്രക്രിയകളാണ്. ഈ പ്രക്രിയകളാകട്ടെ അവർ വ്യക്തികളെന്ന നിലയ്ക്ക് മാത്രം നിലനിൽക്കുന്നതിൻ്റെ ഫലവുമല്ല. ഇന്ത്യൻ സോഷ്യൽ ഹിസ്റ്ററിയാണ്. ഒരുപക്ഷെ ഈ പ്രശ്നം ഏറ്റവും നന്നായി പരിശോധിച്ച ഒരാൾ പാർത്ഥ ചാറ്റർജിയാണ്. പാർത്ഥ ചാറ്റർജിയുടെ വളരെ ഗംഭീരമായൊരു പഠനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരു ഏകജാതീയ സമൂഹം, ഒരു ഹോമോജനസ് കമ്മ്യൂണിറ്റി എന്ന നിലയിലേക്ക് ബിൽഡപ്പ് ചെയ്യാനും ഒരു ആൻറ്റി ഇമ്പീരിയൽ സ്ട്രഗിളിൻ്റെ കേന്ദ്രത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമത്തിൻ്റെ ചരിത്രപരമായ ഒരു സംഗ്രഹസ്ഥാനമാണ് ഗാന്ധി. അതേസമയം ഏത് തരത്തിലുള്ള ഏകജാതീയതയെ നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ആ ഏകജാതീയതയ്ക്കകത്ത് വിജാതീയതയുടെ ഹെട്രോജനിറ്റിയുടെ ബലങ്ങളുണ്ടാവും. ആ ബലങ്ങൾ ഉയർന്നു വരികയും ചെയ്യും. ഇവയ്ക്കിടയിലുള്ള വൈരുദ്ധ്യം ഹിസ്റ്റോറിക്കലാണ്, വ്യക്തിപരമല്ല. ഈ വിജാതീയതയുടെ ഘടകങ്ങളാണ് അംബേദ്കർ ജാതി എന്ന പ്രശ്നത്തെ ഉയർത്തി കൊണ്ടുവന്നത്. അതായത് ബ്രിട്ടീഷ് വിരുദ്ധമായ, സാമ്രാജ്യവിരുദ്ധമായ ദേശീയതാബോധം ഒരു ഭാഗത്ത്, അതേസമയം ഈ സാമ്രാജ്യവിരുദ്ധമായ ദേശീയതാബോധത്തിനപ്പുറം സ്വാതന്ത്ര്യത്തെ ജാതിബന്ധങ്ങളിൽ നിന്നുള്ള വിമുക്തിയായി കാണണമെന്ന് പറയുന്ന ഈ ഏകജാതീയതയ്ക്കുള്ളിൽ തന്നെയുള്ള വൈരുദ്ധ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനാത്മക നിലപാട് മറുഭാഗത്ത്. ഈ രണ്ട് വീക്ഷണ
വീക്ഷണങ്ങൾ 30കളിൽ ഏതാണ്ട് മുഖാമുഖം നിൽക്കുകയും മുഖാമുഖം നിന്ന് ഇവ പരസ്പര വിരുദ്ധമായ വീക്ഷണങ്ങളാണ് എന്നിടത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഒരുപക്ഷെ ഈ പരസ്പര വൈരുദ്ധ്യത്തെ പരിഹരിക്കാൻ നടത്തിയ നാനാതരത്തിലുള്ള സൈദ്ധാന്തിക ശ്രമങ്ങളിൽ ധാരാളം പേർ അത് ശ്രമിച്ചിട്ടുണ്ട്. തോമസ് ബാന്തമിനെ പോലുള്ള ആളുകൾ അത് എഴുതുന്നുണ്ട്, രാമചന്ദ്ര ഗുഹ എഴുതുന്നുണ്ട്, പാർത്ഥ ചാറ്റർജി എഴുതുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ DR നാഗരാജിൻ്റെ പഠനങ്ങളാണ്. DR നാഗരാജ് പറയുന്നൊരു കാര്യം, അംബേദ്കർ ചെയ്തത് ദളിത് ഐഡൻറ്റിറ്റിയുടെ അസർഷനാണ്. ദളിത് ഐഡൻറ്റിറ്റിയെ അസർട്ട് ചെയ്യുകയും അങ്ങനെ ഒരു സ്വാധികാരമുള്ള ഒരു ദളിത് സ്വത്വത്തെ ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തിൽ ഉറപ്പിച്ചെടുക്കുകയുമായിരുന്നു അംബേദ്കറുടെ അടിസ്ഥാന ലക്ഷ്യം. നിശ്ചയമായിട്ടും അത് വളരെ ശരിയായൊരു കാര്യവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ പ്രശ്നത്തെ ആകമാനം മറികടക്കണമെങ്കിൽ ദളിത് സ്വത്വഭാവനയുടെ ദൃഢീകരണം മാത്രമല്ല, ഇന്ത്യയിലെ സവർണബോധത്തിൻ്റെ വിമലീകരണം കൂടി നടക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ അദ്ദേഹം ഈ നാഗരാജ് പറയുന്നുണ്ട്, ഞാൻ കർണാടകത്തിൽ ദളിത് ഐഡൻറ്റിറ്റി വളരെ സ്ട്രോങ് ആയി നിന്ന ചില പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. അവിടെ ദളിത് രാഷ്ട്രീയം വളരെ ശക്തമാണ്, ദളിത് സാമൂഹ്യ ഇടപെടലുകൾ വളരെ ശക്തമാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, സവർണർ നിങ്ങൾ എങ്ങനെയോടാണ് പെരുമാറുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, പഴയതിനേക്കാൾ ശത്രുതയോടെയാണ്. ഇപ്പോൾ നാഗരാജ് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൂടി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് അന്തിമമായ വിമോചനം എന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യയുടെ വിശാല ഭൂപടത്തിൽ ഗാന്ധിയും അംബേദ്കറും വിരുദ്ധ ഗണങ്ങളാണോ? നാഗരാജ് പറയുന്നു, നിർഭാഗ്യവശാൽ അല്ല. അദ്ദേഹം പറയുന്നുണ്ട്, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട്. ഇത് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവസാന കാലത്ത് അംബേദ്കറിലേക്ക് നമ്മളൊരു ശ്രദ്ധ ചെലുത്തിയാൽ ഒരുപക്ഷെ അതിൻ്റെ ചില ട്രേസസ് കാണാൻ പറ്റും. ഈ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന താരതമ്യേന ഫ്രഞ്ച് വിപ്ലവത്തോടൊക്കെ ബന്ധിപ്പിച്ച ആശയത്തിൽ നിന്ന് മൈത്രി എന്ന ആശയത്തിലേക്കുള്ള അംബേദ്കറുടെ ഊന്നൽ ഒരുപക്ഷെ ഈ വിമലീകരണം എന്ന് പറയുന്ന വിപുലമായൊരു ലക്ഷ്യത്തെ മുൻനിർത്തുന്നതാണ്. അപ്പോൾ ഈ സവർണ എന്ന് വിളിക്കുന്ന കാസ്റ്റ് ഹിന്ദുസ് എന്ന് പറയുന്നവരെ കൂടി ശുദ്ധീകരിക്കുക എന്നത് ഈ ദളിത് വിമോചനത്തിൻ്റെ ഒരു ഉപാധിയാണ് എന്നിടത്തേക്കാണ് നാഗരാജ് പോകുന്നത്. പണ്ട് മാർക്സ് പറയുന്നുണ്ട്, തൊഴിലാളിയുടെ വിമോചനം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ വിമോചനം മാത്രമല്ല, മറിച്ച് മുതലാളിയുടെയും വിമോചനമാണ്. കാരണം ഡ്യൂഹ്യൂമനൈസ് ചെയ്യപ്പെട്ട മറ്റുള്ളവരുടെ അധ്വാന ഫലത്തെ കവർന്നെടുത്ത് അതിനു മുകളിൽ അപമാനവീകരിക്കപ്പെട്ട ജീവിതം തന്നെയാണ് ഒരു ബൂർഷ്വായും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രോലിറ്റേറിയറ്റിൻ്റെ വിമോചനം എന്ന് പറയുന്ന പ്രോലിറ്റേറിയറ്റിൻ്റെ മാത്രം വിമോചനമല്ല, അത് മനുഷ്യവംശത്തിൻ്റെ ആകമാനമുള്ള വിമോചനമാണ്. ഏതാണ്ട് സമാനമായ നിലയിൽ ഈ ആത്മത്തിൻ്റെ അന്തിമമായ വിമോചനം എന്ന് പറയുന്നത് അപരത്തെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ്, അപരത്തെ എക്സ്ക്ലൂസീവായി പുറന്തള്ളിക്കൊണ്ടല്ല. അപരത്തെ പുറന്തള്ളുന്ന എക്സ്ക്ലൂസീവായ വിമോചന സങ്കല്പം വാസ്തവത്തിൽ ആധുനികതയുടെ വളരെ റിജിഡായ ഒട്ടൊക്കെ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒന്നാണെന്നും അതിനെ നിരസിക്കേണ്ടതുണ്ട്, അതറിനോടുകൂടി എൻഗേജ് ചെയ്യുന്ന ഒരു വിമോചക യുക്തിയെ ദളിത് വിമോചനത്തിൻ്റെ ആധാരമായി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് നാഗരാജ് അതിൽ വാദിക്കുന്നത്. ഫ്ലെയിമിംഗ് ഫീറ്റ്സിൽ അദ്ദേഹം അത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരമൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ഗാന്ധിയോടുള്ള എൻഗേജ്മെൻറ്റിൻ്റെ സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് താത്വികമായി പറഞ്ഞാലും ജാതി പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിൽ ഗാന്ധിയുടെ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് അദ്ദേഹം കണ്ടില്ല എന്നതും ഒരു ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഗാന്ധിയുടെ വിചാരത്തിലെ പരാധീനതയായിട്ട് അതിനെ കാണുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പക്ഷേ അതുകൊണ്ട് ഗാന്ധി അപ്പാടെ റദ്ദാക്കപ്പെടേണ്ട ആളാണ് എന്ന നിലയിലേക്കുള്ളൊരു യുക്തിയിലേക്ക് നമ്മൾ പൊയ്ക്കൂടാ. പാർത്ഥ ചാറ്റർജി ഒരു ഭാഗത്തും നാഗരാജ് മറുഭാഗത്തുമായി ബിൽഡപ്പ് ചെയ്യുന്ന ഈ ഡയലോഗിൻ്റെ സാധ്യതയെ നമ്മൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം? ഞാൻ ഇന്ന് കരുതുന്നത് ഹിന്ദുത്വത്തിൻ്റെ അതിമാരകമായ കടന്നാക്രമണത്തിൻ്റെ സന്ദർഭത്തിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും വിമോചകമായ സാധ്യതകളെ നമുക്കെങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ 30കളിൽ ചരിത്രപരമായി അവർക്കിടയിൽ രൂപപ്പെട്ട തർക്കമോ 30കളിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്കും അംബേദ്കർക്കും ഇടയിൽ രൂപപ്പെട്ട തർക്കങ്ങളോ അതാണ് അതിൻ്റെ അവസാന ശരി, അതിനിപ്പുറത്തേക്ക് നാം ഒരു ചുവട് വയ്ക്കില്ല എന്ന നിലയിൽ ഭൂതകാലത്തിൻ്റെ തടവുകാരായി തീരാനുള്ള ഒരു ബാധ്യതയും നമുക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊന്നും ഭൂതമല്ല,
ഇതെല്ലാം പ്രോസസ്സുകളാണ്, ചരിത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജമാണ്. അതിനെ ഒരു സ്ഥലത്ത് ഫ്രീസ് ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ താർക്കിക ആനന്ദത്തിന് വേണ്ടി അവരെ ചരിത്രത്തിലെ നിശ്ചല സ്മാരകങ്ങളാക്കി മാറ്റരുത്, പ്രവർത്തിക്കുന്ന ഊർജ്ജമാക്കി അവരെ കാണണം എന്നാണ് ഇക്കാര്യത്തിലുള്ള എൻ്റെ ഒരു പൊസിഷൻ. ഇനി നമുക്ക് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സന്ദർഭമാണ്. മൈക്ക് ആവശ്യമുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു റിക്വസ്റ്റ് ഉള്ളത്, ചോദ്യങ്ങൾ വളരെ ചുരുക്കി സംക്ഷിപ്തമായി ചോദിക്കാൻ ശ്രമിക്കുക. ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ല. എല്ലാവർക്കുമായി പരമാവധി വ്യത്യസ്തമായ ചോദ്യങ്ങളിലേക്ക് പോകാനുള്ളൊരു അവസരം പരസ്പരം എല്ലാവരും നൽകണമെന്നുള്ളതാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാവുന്നതാണ്. മൈക്ക് എത്തിക്കും. സർ, ഇന്ന് ഇടതുപക്ഷം ഗാന്ധിജിയെ വളരെ ശക്തമായി പിന്തുണക്കുകയും ഗാന്ധിജിയെ വളരെയധികം പ്രകീർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇത് ബോധപൂർവമുള്ള ഒരു ശ്രമമാണോ, അതല്ല ഇതിൻ്റെ പിന്നിൽ വല്ല അജണ്ടയും ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇന്ന് നോക്കൂ, നമുക്കിപ്പോൾ ചരിത്രത്തിൻ്റെ ഓരോ മുഹൂർത്ത സന്ദർഭങ്ങളിലും നമുക്ക് അതിനോട് എൻഗേജ് ചെയ്യാൻ പര്യാപ്തമായ ആശയങ്ങളും മറ്റും കണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ ഒരു കോൺക്രീറ്റായ പൊളിറ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അല്ലാതെ ഗാന്ധിയെ ഒരു ദൈവബിംബമായി കണ്ട് മൂപ്പര് പറഞ്ഞതെല്ലാം അവസാനത്തെ ശരിയെന്ന് ആദരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെ ആദരിച്ചാൽ നിങ്ങൾ ഗാന്ധിയെ തന്നെ റദ്ദാക്കി കളയും. എന്താണെന്നറിയോ, ഗാന്ധി സ്വയം എത്രയോ മാറിയ ആളാണ്. ഗാന്ധി മാറാത്ത ആളൊന്നുമല്ല. 1934 അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്, ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. ആ വാക്ക് ശ്രദ്ധിക്കണം, ദുർഭൂതം. ഹോബ് ഗോബ്ലിൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, എമേഴ്സണിൽ നിന്ന് കിട്ടിയതാ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെന്റ് ടു മൊമെന്റ് ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് ഫാൾ അപ്പോൺ മീ. ഞാൻ എന്നോട് ഓരോ നിമിഷവും സത്യസന്ധനാണെങ്കിൽ എന്നിൽ വന്നു വീഴുന്ന അസ്ഥിരതയെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നില്ല. നോക്കൂ, നിങ്ങൾക്ക് ചരിത്രത്തെ നേർക്ക് നേരെ നോക്കുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാനും അതിനോട് എൻഗേജ് ചെയ്യാനും പര്യാപ്തമായ ആശയാവലികൾ എടുക്കുക. അതല്ലാതെ നിങ്ങൾ ഒരു നിലപാട് ഒരു ഘട്ടത്തിലെടുത്തു, അതുകൊണ്ട് ജീവിതാന്ത്യം വരെ ആ നിലപാട് തുടർന്നുകൊണ്ട് നിങ്ങളെന്തോ ആദർശ സ്ഥിരത നടിക്കുന്നു എന്നത് നിങ്ങളുടെ ഒരു ആത്മസംതൃപ്തിക്ക് ഗുണകരമാകുമെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പണ്ട് ബസവേശ്വരൻ്റെ ഒരു വാക്യമുണ്ട്, ഉറച്ചു നിന്നവൻ ഒലിച്ചുപോയി, ചലിച്ചിരുന്നവർ പിടിച്ചു നിന്നു എന്നാണ്. അതുകൊണ്ട് ഈ ചലിച്ചിരിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഇടപെടുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഗാന്ധിയോടുള്ള വിയോജിപ്പുകൾ ഉള്ളപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വ്യക്തിജീവിതത്തിൽ ഗാന്ധിയന്മാരാകാൻ ശ്രമിച്ചത് നമ്മൾ കാണണം. അത് ഗാന്ധിയോടുള്ള ഒരു പ്രത്യേകതരം എൻഗേജ്മെൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുതലാളിത്ത ജീവിത രീതിയോട് വ്യക്തി ജീവിതത്തിൻ്റെ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇടഞ്ഞ ആൾ ഗാന്ധിയാണ്. കാരണം മുതലാളിത്തം എന്താണ് ചെയ്യുന്നത്? റെയ്മണ്ട് വില്യംസ് പറയും, മുതലാളിത്തം അഭിലാഷ നിർമ്മാണമാണ്. നിങ്ങളെ നിരന്തരമായി അഭിലാഷങ്ങളിലേക്ക് കൊണ്ടുപോകും. ഒരു കാറുള്ളവന് 2 കാറ് വേണമെന്ന് തോന്നും. പണ്ട് പൂന്താനം പറഞ്ഞ സൂക്കേട് തന്നെ, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു വലിയ മായിക ലോകമാണ് വാസ്തവത്തിൽ മുതലാളിത്തം. കാരണം മുതലാളിത്തത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 90% അവശ്യ വസ്തുക്കളല്ല, ഉപഭോഗ വസ്തുക്കളാണ്. ഉപഭോഗ വസ്തുക്കൾ നമ്മൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ ആർത്തിയിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോകണം. ഈ ആർത്തിയോടുള്ള, അതുകൊണ്ട് ആർത്തി എന്ന് പറയുന്നത് ഒരു സ്വകാര്യമായ ആളുകളുടെ ഒരു വഴിതെറ്റലൊന്നുമല്ല. അത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഒരു ഫണ്ടമെൻ്റൽ ഫങ്ഷനാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിരൂപമാണ്. ഈ ശക്തിരൂപത്തോട് ഗാന്ധി ഇടയുന്നുണ്ട്. വ്യക്തിഗതമായി അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇടഞ്ഞ അതിനോടാണ്. അങ്ങനെ നോക്കിയാൽ ഇടതുപക്ഷവുമായി സംവാദ സന്നദ്ധതയുള്ള എത്രയോ ആശയങ്ങൾ ഗാന്ധിയിലുണ്ട്. അല്ലാതെ വിയോജിപ്പ് മാത്രമല്ല, സംവാദ സന്നദ്ധതയുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളോട് ഇന്ന് ചേരാം. ഇതിനേക്കാളൊക്കെ ഒരുപക്ഷെ ഇന്ന് പ്രധാനം മതവർഗീയതയ്ക്കെതിരായ ഗാന്ധിയുടെ
അടിയുറച്ച നിലപാടുകളാണ്. അത് നമ്മെ ചേർത്ത് നിർത്തുന്നു. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിടയിൽ ചേർന്ന് നിൽക്കാനുള്ള 100 കാര്യങ്ങൾ ഉണ്ടാവുകയും വിയോജിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ വിയോജിക്കാനുള്ള ഒരു കാര്യത്തെ പരമപ്രധാനമായി എടുക്കുന്നത് നമ്മുടെ താർക്കികാനന്ദത്തിന് മാത്രമേ സഹായകമാവൂ. അതിൻ്റെ ശരിയായ പേര് ആത്മരതി എന്നാണ്. ആത്മരതി എന്നാണ്. അതിൽ പെട്ടുപോയിക്കൂടാ. മാഷ് പറയുമ്പോൾ സവർണത്വത്തിൻ്റെ വിമലീകരണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ. നാഗരാജ് പറയുന്ന ഒരു ആശയം. അതെ. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ സവർണയിസം കൂടുതൽ മലിനീകരിക്കപ്പെടുകയും അത് ഫാസിസത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ ആ വിമലീകരണം സാധ്യമാകുമോ, പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഞാൻ പറയുന്നത് അതിൻ്റെ സാധ്യത എന്തെന്നുള്ളതിനേക്കാൾ ഞാൻ നാഗരാജ് പറഞ്ഞൊരാശയം മുമ്പോട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഞാനതിൽ കരുതുന്നത് ഇപ്പോൾ നാഗരാജ് പറഞ്ഞ പൊസിഷനിൽ മാത്രമല്ല ഞാൻ അംബേദ്കർ ഗാന്ധി ഡയലോഗിനെ കാണുന്നത്. അതായത് നാഗരാജ് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിനോടുകൂടി എൻഗേജ് ചെയ്യുകയും തൻ്റെ ആത്മദൃഢീകരണം അപരത്തിൻ്റെ ആത്മശുദ്ധീകരണം കൂടിയായി മാറുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണ് എമാൻസിപ്പേഷൻ പൂർത്തിയാവുക എന്നുള്ള. അത് ഏതാണ്ട് ഒരു ഫിലോസഫിക്കൽ പൊസിഷനാണ്. അതായത് സെൽഫിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതറിൻ്റെ ശുദ്ധീകരണം കൂടിയായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിൽ ഇത് അന്തിമമായി വിജയസ്ഥാനത്തെത്തും, അല്ലെങ്കിൽ പോളമിക്കിൽ തട്ടി നിൽക്കും, ബൈനറികളിൽ തട്ടി നിൽക്കും. അപ്പോൾ ഈ ബൈനറികളെ മറികടക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഇന്ന് അംബേദ്കർ അവസാന കാലത്ത് മുമ്പോട്ട് വെച്ച മൈത്രി എന്ന ആശയം, ഗുരു മുമ്പോട്ട് വെച്ച അനുകമ്പ എന്ന ആശയം, ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രയോഗത്തിലെ ഒരു ഫ്ലെക്സിബിലിറ്റി, അദ്ദേഹം മുമ്പോട്ട് വെച്ച കരുണയുടെയും സഹാനുഭാവത്തിൻ്റെയും ആശയം, മനുഷ്യനൊരു ഏകമാനമായ സത്തയല്ല, സാമൂഹിക ബന്ധങ്ങളുടെ ആകത്തുകയാണ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ആശയം, ഇവയ്ക്കിടയിലൊക്കെ സംവാദത്തിൻ്റെ ഇടങ്ങളുണ്ട്. എല്ലാം ഒന്നാണെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ അങ്ങനെ എസെൻഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നേ ഇല്ല. സംവാദ സാധ്യതകളുണ്ട്. ആ സംവാദ സാധ്യതകളെ കൂട്ടിയിണക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച്. അതിനിടയിലുള്ള വൈരുദ്ധ്യങ്ങളെക്കാൾ ഈ സാധ്യതകളെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലം അത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇപ്പം നമ്മുടെ താർക്കികാനന്ദത്തിന് വേണ്ടിയിട്ടോ ഇത് ശരിയെന്ന് സ്ഥാപിക്കാനോ അല്ല. മറിച്ച് നോക്കൂ, ഒരു ആശയത്തിൻ്റെ സാമൂഹിക ഫലമാണോ പ്രധാനം, ആ ആശയത്തെ സ്ഥാപിക്കുന്നതിലുള്ള നമ്മുടെ വിജയമാണോ പ്രധാനം എന്നതൊരു വലിയ ചോദ്യമാണ്. സാമൂഹിക ഫലം പ്രധാനമാണെങ്കിൽ നിങ്ങൾ ഈ പരിഗണന കൂടി കൊടുക്കണം. മറിച്ച് നമ്മുടെ താർക്കിക ശരി സ്ഥാപിച്ചെടുക്കലാണെങ്കിൽ ഇത് പിന്നെ രണ്ടാമതായി പോകും. അതുകൊണ്ട് ഈ സാധ്യത എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വിഭാഗീയതകൾക്ക് അപ്പുറത്തേക്കുള്ള ഏകമാനമായ ഒരു മാനവിക ബോധത്തിൻ്റെ രൂപീകരണം എന്നത് നമ്മുടെ ഒരു ലാർജർ ലക്ഷ്യമായിട്ട് നിലനിൽക്കണം. അതിന് ഏത് വഴി എന്നുള്ളത് കുറെ കൂടി സൂക്ഷ്മമായിട്ട് ആലോചിക്കേണ്ടതാണ്. അതിപ്പോൾ നാഗരാജ് പറഞ്ഞ ആ ഒറ്റ വഴിയാണോ അല്ലെങ്കിൽ ആ വഴി ആണോ അതിലെ ശരിയായ രൂപം എന്നുള്ളത് ഡിബേറ്റബിളാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. സർ, ഈ ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജീനെ വധിക്കാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഗാന്ധിജീനെ വധിക്കാൻ ശ്രമിക്കാതിരുന്നത്? വധിക്കാൻ എന്ന് പറയാൻ പറ്റുമോ? വധിക്കാനല്ല, ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചത് ഇന്ത്യക്കാരാണ് കേട്ടോ, ബ്രിട്ടീഷുകാരല്ല. കാരണം നമ്മൾ കരുതുന്ന പോലെ 48 ജനുവരി 30 ഒരാളുടെ തലയിൽ പെട്ടെന്നുദിച്ച ബുദ്ധിയൊന്നുമല്ല. 934 മുതൽ ഗാന്ധിയെ വധിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 34 ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറ് ബോംബെറിഞ്ഞ് തകർക്കുന്നുണ്ട്. അതിൻ്റെ അവശിഷ്ടം ഇപ്പോൾ പാറ്റ്നയിലെ ഗാന്ധി മ്യൂസിയത്തിലുണ്ട്. ആ കാറിൻ്റെ ചെറിയ എല്ലും കൂടി പാറ്റ്ന മ്യൂസിയത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അതിന് കാരണം എന്താണെന്നറിയോ? അംബേദ്കറുമായിട്ടുള്ള ഒത്തുതീർപ്പിൽ ഈ സംവരണ മണ്ഡലങ്ങൾ എന്നുള്ള നിലയ്ക്ക് പൂന പാക്റ്റിൽ ഗാന്ധി സംവരണ സമുദായങ്ങൾക്ക് സവിശേഷമായ ഇളവുകൾ നൽകി എന്ന ജാതിവാദികളുടെ സവർണരുടെ വിദ്വേഷമാണ് ഗാന്ധി വധം. 934 ഒന്നാമത്തെ വധശ്രമം. അതുമുതൽ 10-12 തവണ ഗാന്ധിക്കെതിരെ വധശ്രമം നടന്നു. 6 പ്രധാനമായിട്ട് നടന്നു. ബ്രിട്ടീഷുകാരങ്ങനെ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചതിന് നമുക്ക് തെളിവൊന്നും ഇല്ല. വേണമെങ്കിൽ വിചാരണ സമയത്ത് തൂക്കിലേറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ തൂക്കിലേറ്റാൻ പാകത്തിനുള്ള, ഇപ്പോൾ ഭഗത് സിംഗ് ചെയ്തതുപോലെയുള്ള ഒരു ഹിംസാത്മകമായ രീതി ഗാന്ധിക്ക് ഇല്ലല്ലോ. ഗാന്ധി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗാന്ധി ആദ്യ വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാക്കുന്നു. ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഗാന്ധിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജി ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗാന്ധി പറഞ്ഞു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങൾ കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ വിട്ടയക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി അയാളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ഞാൻ ചെയ്തത് എൻ്റെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് തെറ്റാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ശിക്ഷിക്കണം. ഞാൻ ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജഡ്ജി സ്ഥാനം രാജിവെച്ച് ഞങ്ങളുടെ കൂടെ ചേരണം. നമുക്ക് അവസാനം ജഡ്ജി കുടുങ്ങി. ജഡ്ജി അവസാനം ഗാന്ധിയെ ശിക്ഷിച്ചു, 2 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ചു. ഇതായിരുന്നു മൂപ്പരുടെ രീതി. ഈ മാർഗരറ്റ് ബർക്ക്വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ഗാന്ധിയുടെ ഫോട്ടോ എടുക്കാൻ വന്നു. ഗാന്ധി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല. ഗാന്ധി ഫോട്ടോയ്ക്ക് എതിരായിരുന്നു, സിനിമക്കൊക്കെ എതിരായിരുന്നു. വിചിത്ര യുക്തികളാണ് കേട്ടോ അതിനൊക്കെ പറയുന്നത്, അത് പറയാൻ നേരമില്ല. അപ്പോൾ ഈ ബർക്ക്വൈറ്റ് പറഞ്ഞു, ഈ ചർക്കയിൽ നൂല് നൂൽക്കണ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ആദ്യം നിങ്ങൾ നൂൽ നൂക്കാൻ പഠിക്കണം. അവസാനം ആ സ്ത്രീയെ കൊണ്ട് നൂൽ നൂൽക്കാൻ പഠിപ്പിച്ച് അവർ ചർക്കയിൽ നൂലൊക്കെ നൂറ്റതിന് ശേഷമാണ് അവസാന കാലത്ത് ഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ ചർക്കയ്ക്ക് മുമ്പിലിരിക്കുന്ന ആ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറയണത് ഇങ്ങനെ വിചിത്രമായ രീതികൾ ഗാന്ധിക്കുണ്ട്. ഗാന്ധിയെ വധിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പറ്റാതിരുന്നത് ബ്രിട്ടീഷ് ഡെമോക്രസിയുടെ ഒരു ചരിത്രമുണ്ട്. ഇപ്പം നെൽസൺ മണ്ടേല ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഗാന്ധിയുടെ മാർഗ്ഗമാണ് പിന്തുടർന്നത്. അത് പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ പറ്റുമായിരുന്നില്ല. കാരണം 400 കൊല്ലക്കാലത്തെ പാർലമെൻ്ററി ഡെമോക്രസിയുടെയും പൊളിറ്റിക്കൽ ഡിബേറ്റിൻ്റെയും ഹിസ്റ്ററി ഉള്ളൊരു സമൂഹമാണ് ബ്രിട്ടൻ. അതുകൊണ്ട് അവർക്ക് ഇത് കൈകാര്യം ചെയ്യുന്നതിന് അവരുടേതായ ഒരു രീതിയുണ്ട്. അപ്പാർത്തീഡിന് പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ ഒന്നുമില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഞാൻ പിന്തുടർന്ന അഹിംസാ മാർഗമൊക്കെ ഉപേക്ഷിച്ചിട്ട് സായുധമായ കലാപത്തിലേക്ക് ഞാൻ നീങ്ങുകയായിരുന്നു എന്ന് നെൽസൺ മണ്ടേല ആത്മകഥയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനത്തെ സൊല്യൂഷൻ ഗാന്ധിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ അപ്പുറമുള്ളത് ആരാണെന്ന് കൂടി നോക്കണം. അപ്പുറമുള്ളത് ആരാണെന്ന് കൂടി ഗാന്ധി വലിച്ചതിൻ്റെ ഒരു കാരണമാണ്. അത് വ്യക്തിപരമായ നന്മയല്ല, ഹിസ്റ്റോറിക്കലി ഒരു 400 കൊല്ലത്തെ പാർലമെൻ്ററി ഡെമോക്രസിയുടെയോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പ്രാക്ടീസിൻ്റെയോ ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ട് നേരിട്ട് ബ്രിട്ടീഷുകാർ ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിന് തെളിവില്ല. കുറ്റവിചാരണ ചെയ്തിട്ടുണ്ട്, തടവിലടച്ചിട്ടുണ്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് വേറൊരു തരത്തിൽ വലിയ മതിപ്പ് യൂറോപ്പിലൊക്കെ കിട്ടുകയും ആ കാലത്ത് തന്നെ കിട്ടുകയും ചെയ്തിരുന്നു. അതാണ് തോന്നുന്നത്. ഗാന്ധി ടാഗോറുമായി നടത്തുന്ന സംവാദങ്ങളിൽ ഈ സാഹിത്യം ഒരുപക്ഷെ ഈ സന്ദർഭമായിട്ട് അത്ര ചേർന്നല്ലെങ്കിൽ പോലും ആ ഒരു ഏരിയ ഒന്ന് എലാബറേറ്റ് ചെയ്ത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. സാഹിത്യത്തിൻ്റെ ഒരു ശക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ രൂപകങ്ങളുടെ ഒരു ശക്തിയെ സംബന്ധിച്ച് വലിയ സന്ദേഹങ്ങൾ ഗാന്ധിക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്രയധികം ഈ മെറ്റഫറുകളുടെ ഒരു സാധ്യത ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഉപ്പായി കഴിഞ്ഞാലും ചർക്കയിൽ നൂൽ നൂൽക്കുന്നതായാലും ഒക്കെ അത് സംബന്ധിച്ചൊരു ചെറിയൊരു ബ്രീഫിംഗ് നടത്തിയാൽ നന്നായിരിക്കും. ഞാൻ EM ഫോസ്റ്റർ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, ഈവൻ ദോ ഹി വാസ് നോട്ട് ആൻ ആർട്ടിസ്റ്റ്, ഹി വാസ് വൺ എമംഗ് ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്സ് എന്നാണ്. സ്വയം ഒരു കലാകാരനായിരുന്നില്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ കലാകാരന്മാർക്കൊപ്പമായിരുന്നു ഗാന്ധി എന്ന് ഫോസ്റ്റർ പറയുന്നുണ്ട്. അതൊരു മർമ്മസ്പർശിയായ വാക്യമാണ്. വേറെ നിലയിൽ വിശദീകരിക്കാൻ വകയുണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വാസ്തവത്തിൽ ഗാന്ധി കലയെന്ന് നാം പറയുന്ന ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. കലയെന്ന് പറയുന്നതിൻ്റെ രസനീയത, ആസ്വാദ്യത തുടങ്ങിയ ഘടകങ്ങളിലല്ല, കലയുടെ അന്തിമ ലക്ഷ്യമെന്ന് പറയാവുന്ന അപരവുമായുള്ള ലയം, ആത്മത്തിൻ്റെ ലയം എന്നതിലാണ് ഒരുപക്ഷെ ഗാന്ധിയിൽ കലയുള്ളത്. ഗാന്ധി പാട്ടൊന്നും കേട്ടിട്ടില്ല. ശാന്തിനികേതനിൽ പോയി വന്നിട്ട് ഗാന്ധിയോട് ചോദിച്ചു എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞു ദർ ഈസ് ടു മച്ച് മ്യൂസിക് എന്ന് പറഞ്ഞു. പാട്ട് കേൾക്കുന്ന മൂപ്പർക്ക് പറ്റില്ലല്ലോ. ടാഗോറിനോട് പറഞ്ഞു കക്കൂസ് എഴുകണം, കവിയൊക്കെയാണ് പക്ഷേ കക്കൂസ് എഴുകണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരാളാണ് ഗാന്ധി. പക്ഷേ ഗാന്ധിയുടെ കല എന്താന്ന് വെച്ചാൽ, കലയുടെ അവസാനത്തെ വാഗ്ദാനം എന്താണ്? നിങ്ങളെ നിങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങളല്ലാത്ത ഒരാളുടെ ജീവിതാനുഭവത്തിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തുക. ഇതാണ് കലയുടെ വാഗ്ദാനം. അപരാനുഭവവുമായുള്ള ആത്മത്തിൻ്റെ സമ്പൂർണ്ണ ലയം എന്ന വാഗ്ദാനം കലയിലുണ്ട്. ആ വാഗ്ദാനം ഗാന്ധിയിലുണ്ട്. ആ നിലയിലാണ് ഫോസ്റ്റർ പറയുന്ന അദ്ദേഹം വലിയ കലാകാരന്മാരോടൊപ്പമായിരുന്നു, സ്വയം ഒരു കലാകാരനായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യം. ധാരാളം പറയേണ്ട കാര്യങ്ങളാണ്, സമയക്കുറവുണ്ട്. ഇത്രയും ഏറ്റവും ഹ്രസ്വമായൊരു സമയം കൊണ്ട് എന്തുകൊണ്ടാണ് സമകാലിക ജീവിതത്തിൽ ഗാന്ധി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി തീരുന്നത് എന്നത് സംബന്ധിച്ച് മറ്റെല്ലാ വൈരുദ്ധ്യങ്ങളെയും തർക്കങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു ജനതയൊന്നാകെ വർഗീയതയ്ക്കും അപരവിദ്വേഷത്തിനുമെതിരായ വലിയ ഒരു പോരാട്ടം നടത്തേണ്ട സന്ദർഭമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരിടമായി ഈ സന്ദർഭത്തെ മാറ്റിക്കൊണ്ട് ഈ സെഷൻ അവസാനിക്കുകയാണ്. ചോദ്യം ചോദിച്ച കേട്ടുനിന്ന പ്രൗഢഗംഭീരവും
വളരെ സൗമ്യദീപ്തവുമായ തൻ്റെ ഭാഷണങ്ങൾ ഈ വേദിക്ക് പകർന്നു നൽകിയ സുനിൽ മാഷിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ ഉപഹാര സമർപ്പണമാണ്.